ഹായ് കൂട്ടുകാരെ, ഇനി നമുക്ക് മത്തി എങ്ങനെ അച്ചാറിടുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഒരു നല്ല മത്തി അച്ചാർ ഇട്ടിട്ട് വരാം. ഓക്കെ അല്ലേ? കമാ. അപ്പോൾ മത്തി അച്ചാറിടാനായിട്ട് നമ്മൾ നന്നായിട്ട് മത്തി വെട്ടി കഴുകി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് ഒരു സൈഡിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു മണിക്കൂറോളം വെക്കണം കേട്ടോ. പിന്നെ അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ആവശ്യമായിട്ടുണ്ട്. അതെല്ലാം അരിഞ്ഞൊരു സൈഡിലേക്ക് വെക്കുക. പാൻ അടുപ്പിൽ വയ്ക്കുക. അതിനുശേഷം എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് എനിക്കിഷ്ടം. സോ അതിലേക്ക് നമ്മൾ ഈ മത്തി കഷ്ണങ്ങളെ എടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. പിന്നീട് അതേ എണ്ണയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സംഭവം ഇട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുപോലെ 3 ടേബിൾ സ്പൂൺ ഇത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് എരി അധികം ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിടുക. നേരത്തെ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ അച്ചാറുകളിൽ ഇടുന്ന രാജാവ് കായപ്പൊടി ചേർക്കുക. ആ കായപ്പൊടിയുടെ ചേർത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെടുത്ത് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വിനാഗിരി ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗറൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി വെക്കുക. അത് സ്വാദിഷ്ടമായ അച്ചാർ റെഡിയാണ്. അപ്പം നിങ്ങൾ ഈ അച്ചാറൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല രസമാണ്. മത്തി എന്ന് കേൾക്കുമ്പോൾ ആരും ഇതാവേണ്ട കാര്യമില്ല. മത്തി അച്ചാർ സൂപ്പറാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.